Welcome. Greetings from Kindergarten at Bethesda in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിലായി നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ശത്രുവായ സാത്താൻ മനുഷ്യകുലത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതായിരുന്നുവല്ലോ. സാത്താനെ പറ്റി വിശുദ്ധ ബൈബിൾ പറയുന്നു, മോഷ്ടിപ്പാനും അറുക്കാനും മുടിപ്പാനും അല്ലാതെ സാത്താൻ വരുന്നില്ല എന്ന്. സാത്താൻ വരുന്നത് തന്നെ അതിനാണ്, മറ്റൊന്നിനുമല്ല. Satan does not come except to steal and to kill and to destroy. അതായത് Satan comes exclusively for this and for nothing else. വിശുദ്ധ ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി നാം വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിൽ നാം കാണുന്നു, മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യകുലത്തെ നശിപ്പിക്കുവാൻ സാത്താൻ പുറകെ കൂടിയിരിക്കുകയാണ്. ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ച മനുഷ്യവർഗത്തോട്, അതായത് ആദം, അവർ ആയിരുന്ന ഏതിനിൽ വെച്ച് തന്നെ സാത്താൻ ഭോഷ്ക് പറഞ്ഞു, കള്ളം പറഞ്ഞു. സാത്താൻ ചോദിക്കുകയാണ് ആദമിലെ സ്ത്രീയോട്, നന്മതിന്മകളെക്കുറിച്ച് നീ അറിയരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സൃഷ്ടിയിൽ നന്മ മാത്രമാണ് ദൈവം മനുഷ്യവർഗത്തിന് നൽകിയത്, ലഭ്യമാക്കിയത്. തിന്മയുമായിട്ട് മനുഷ്യവർഗത്തിന് അന്ന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. തിന്മയുമായിട്ട്, വ്യാജവുമായിട്ട് ഇതാ വന്നിരിക്കുന്നു സാത്താൻ. ദൈവത്തെ അനുസരിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന മനുഷ്യവർഗം ദൈവത്തെ പോലെയായിരുന്നു, ദൈവ സാദൃശ്യത്തിലായിരുന്നു, ദൈവാനുരൂപരായിരുന്നു, ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് നിറഞ്ഞവരായിരുന്നു. മനുഷ്യവർഗത്തെ തിന്മയിലേക്ക് വീഴ്ത്തുവാൻ ഇതാ സാത്താൻ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. നാം ഈ അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ അവിടെ കാണുന്നത് സാത്താനുള്ള ശിക്ഷ ദൈവം കൊടുക്കുന്നതാണ്. കാരണം മനുഷ്യവർഗത്തെ പാപത്തിൽ ആഴ്ത്തിയ സാത്താനെ ദൈവം ശപിക്കുന്നു. സാത്താനുള്ള ശിക്ഷ കൊടുക്കുകയാണ്, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. അതാണ് ദൈവം സാത്താനോട് പറഞ്ഞത്. ചാപ്റ്റർ 3 വേഴ്സസ് 14-16 നാം അത് വായിക്കുന്നു. നമുക്കറിയാം, സ്ത്രീയിൽ നിന്നും ജനിച്ച സന്തതി അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവായിരുന്നു. ഇന്നേക്ക് 2028 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്നു. പാപത്തിലാണ്ടിരുന്ന മനുഷ്യവർഗത്തെ അവൻ രക്ഷിച്ചു. അപ്പോൾ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച യേശുക്രിസ്തു സാത്താൻ്റെ തല തകർത്തു. ഇവിടെ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മെപ്പറ്റി ഉദ്ദേശിച്ചാണ് ഇന്ന്. കാരണം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലെ ആ സഭാ മാതാവിൻ്റെ മക്കളാണ്. നാം ഓരോ നിമിഷവും ഈ സാത്താൻ്റെ ചെയ്തികളെ, അവൻ്റെ പ്രലോഭനങ്ങളെ, അവൻ്റെ പരീക്ഷകളെ നാം അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, സാത്താനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഈ വചനം, അതായത് സാത്താനോട് പറഞ്ഞത് സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും എന്നുള്ളത് അന്വർത്ഥമായിരിക്കുന്നു. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന്. ദൈവമക്കൾക്കെതിരെ ശത്രുവായ സാത്താൻ കൊണ്ടുവരുന്ന വ്യാജവും ഭോഷ്കും അവൻ്റെ സകല വഞ്ചനയെയും അവനുള്ള സകല ഭയത്തെയും ചവിട്ടി പുറത്താക്കുവാൻ ദൈവമക്കൾക്ക് അധികാരമുണ്ട്. അവരതിന് സജ്ജരാണ്, ശക്തരാണ്. അതിനാൽ തന്നെ ദൈവമക്കളെ സാത്താന് ഭയമാണ്. കാരണം Satan is a defeated foe. പണ്ട്
അതായത് സ്ത്രീയുടെ സാക്ഷാൽ സന്തതിയായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പ് സാത്താൻ്റെ തല തകർക്കുന്ന സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന ഈ സന്തതിയെ തിരക്കി സാത്താൻ നടക്കുകയായിരുന്നു. ഇവിടെ ഒരു ദിവ്യ ജനനം നടന്നാലും ഇത് ആ സന്തതിയാണോ എന്ന് മനസ്സിലാക്കുവാൻ കഴിവില്ലാതെ അവിടെയുള്ള കുട്ടികളെ മുഴുവൻ കൊലപ്പെടുത്തുകയായിരുന്നു ഈ സാത്താൻ ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടികളെ കൊലപ്പെടുത്തുക എന്നത് സാത്താൻ്റെ ഒരു ഹോബിയാണ്. നമുക്കറിയാം മോശയുടെ ജനനത്തിങ്കൽ എന്താണ് സംഭവിച്ചത് എന്ന്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും തൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ വിടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവം കണ്ടിരുന്ന ഒരു ലീഡറായിരുന്നു ഈ മോശ. ആ മോശയുടെ ജനനത്തിങ്കിലാണ് ഈ സാത്താൻ മോശയുടെ ആ കാലത്ത് ജനിച്ച സകല കുട്ടികളെയും നൈൽ നദിയിൽ മുക്കിക്കൊന്നു. മോശ എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് നമുക്കറിയാം, അത് ഞാൻ വിവരിക്കുന്നില്ല. അവിടെ സാത്താൻ്റെ പ്ലാൻ നടന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് സാത്താൻ ദൈവജനത്തിനെതിരായി പ്രവർത്തിക്കുന്നത് എന്നാണ്. ഈജിപ്തിലെ രാജാവായ ഫറവോനിൽ കൂടെയാണ് ഇവിടെ സാത്താൻ പ്രവർത്തിച്ചത്. ഫറവോൻ രാജാവ് നോക്കിയപ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തിലെ ജനങ്ങളെക്കാൾ കൂടുതലും ശക്തിയുള്ളവരുമായി കണ്ടു. ഇവരെ നശിപ്പിക്കുവാൻ സാത്താൻ ഈ ഫറവോൻ രാജാവിൽ കൂടെ ശ്രമിക്കുകയാണ്. ഇത് നാം വായിക്കുന്നത് ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 1 വേഴ്സസ് 6 to 20 The king Pharaoh told his people, "These Israelis are becoming dangerous to us because there are so many of them. Let us figure out a way to put an end to this. If we don't, and war breaks out, they will join our enemies and fight against us and escape out of the country." So the Egyptians made slaves of them and put brutal taskmasters over them to wear them down under heavy burdens while building the store cities Pithom and Ramses. But the more the Egyptians mistreated and oppressed them, the more the Israelis seemed to multiply. The Egyptians became alarmed and made the Hebrew slavery more bitter still, forcing them to toil long and hard in the fields and to carry heavy loads of mortar and brick. Then Pharaoh, the king of Egypt, instructed the Hebrew midwives to kill all Hebrew boys as soon as they were born, but to let the girls live. But the midwives feared God and didn't obey the king. They let the boys live too. The king summoned them before him and demanded, "Why have you disobeyed my command and let the boys live?" "Sir," they told him, "the Hebrew women have their babies so quickly that we can't get there in time. They are not slow like the Egyptian women." And God blessed the midwives. And because the midwives revered God, He gave them children of their own. Then Pharaoh commanded all of his people to throw the newborn Hebrew boys into the Nile River, but the girls, he said, could live. ഇസ്രായേൽ മക്കളെ നശിപ്പിക്കുവാൻ വേണ്ടി ശത്രുവായ സാത്താൻ ഫറവോനിൽ കൂടെ എങ്ങനെയാണ് പ്രവർത്തിച്ചത്?
അവരെ ഊഴിയ വേല ചെയ്യിപ്പിച്ച് നശിപ്പിക്കുവാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. അവർ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് അവിടുത്തെ മിഡ്വൈഫ്സിനോട് പറഞ്ഞു, നിങ്ങൾ ഹീബ്രു സ്ത്രീകളുടെ പ്രസവ സമയത്ത് അവരെ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ആൺകുട്ടികളാണെങ്കിൽ അവരെ കൊന്നേക്കുക എന്ന്. പക്ഷേ മിഡ്വൈഫ്സ് ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവർ അത് ചെയ്തില്ല. രാജാവ് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ ബേബി ബോയ്സിനെ എല്ലാം രക്ഷിച്ചു? അവർ പറഞ്ഞു, ഞങ്ങൾ ഈ സ്ത്രീകളുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവർ പ്രസവിച്ചു കഴിയും. ഞങ്ങളുടെ സഹായം അവർക്ക് ആവശ്യമില്ല. അവർ നല്ല തിറമുള്ളവർ എന്നാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഫറവോൻ ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. ഈ കുട്ടികളെ എല്ലാം നൈൽ നദിയിൽ മുക്കിക്കൊന്നു. അതുപോലെ തന്നെയാണ് യേശുക്രിസ്തുവിന് ജനനത്തിങ്കൽ സംഭവിച്ചത്. യേശുക്രിസ്തു ജനിച്ചപ്പോൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വിദ്വാൻമാർ അവിടെ എത്തി. വിദ്വാൻമാർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ അവിടുത്തെ ഹെറോദസ് രാജാവ് ഓർത്തു, ഈ ശിശു രാജാവായി വന്നാൽ അത് തനിക്ക് ആപത്താണ്. അതുകൊണ്ട് ഈ ഹെറോദേസ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, 2 വയസ്സിനും താഴെയുള്ള കുട്ടികളെ എല്ലാം കൊന്നുകളയുക എന്നുള്ളത്. പക്ഷേ യേശുക്രിസ്തു എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് നമുക്കറിയാം. വിശുദ്ധ മാതാവ് യേശുക്കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോയി. സാത്താൻ എങ്ങനെയാണ് കുട്ടികളെ നശിപ്പിക്കുന്നത്? അതാണ് നാം ഇവിടെ കണ്ടത്. ഈ 2 ഉദാഹരണത്തിൽ കൂടെ, അല്ലെങ്കിൽ ഈ 2 സംഭവങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് വലിയ തോതിൽ കുട്ടികളെ സാത്താൻ കൊലപ്പെടുത്തിയത് എന്ന്. ലോക ചരിത്രത്തിലുടനീളം ദൈവമക്കളെ ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തുന്ന ദുഷ്ടനായ ഈ പിശാച് മഹാക്രോധത്തോടെ ഇന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യത്തിലും നാം ഇത് തന്നെയാണ് കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന്. പൗലോസ്ലീഹ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനത്തിൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക എന്ന് പറയുന്നു. അവിടെ ഒരു കൂട്ടം ആൾക്കാരുടെ കാര്യം പൗലോസ് പറയുകയാണ്. അവർ പിശാചിന് തങ്ങളെ തന്നെ അടിമകളാക്കി സമർപ്പിച്ചവരാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ ചെയ്യുവാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവരാണ്. അവർ തങ്ങൾക്ക് തന്നെ നാശവും ലോക ജനതയ്ക്ക് ഭീഷണിയുമാണ്. നാം ഇവിടെ വായിക്കുന്നത്, അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇവിടെ പ്രധാനമായും നാം നോട്ട് ചെയ്യേണ്ടത് ഈ ഗ്രൂപ്പ് ആൾക്കാരെയാണ്. അവർ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവർ ആയിരിക്കും. ഇന്ന് നാം കാണുന്ന ഒരു ശാപമാണ് മനുഷ്യർ ഭോഗപ്രിയർ ആയിരിക്കുന്നു.
ദുർനടപ്പുകാരായിരിക്കുന്നു, അശുദ്ധരായിരിക്കുന്നു. അവർ തികച്ചും ജഡീകന്മാരായി സാത്താൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും മഹത്തരമായ ദാനമാണ് സെക്സ്. ഏറ്റവും മഹത്തരവും ഏറ്റവും ശ്രേഷ്ഠവുമായ ഈ പാവനമായ ദാനം എങ്ങനെയാണ് പിശാച് വികലമാക്കിയിരിക്കുന്നത്, കറപ്റ്റഡാക്കിയിരിക്കുന്നത്? എങ്ങനെയാണ് അതിനെ പെർവേർട്ട് ചെയ്തിരിക്കുന്നത്? അതാണ് നാം ഇന്ന് ഈ ലോകത്തിൽ കാണുന്നത്. സെക്സ് ഈസ് ഫോർ മാരേജ് ആൻഡ് മാരേജ് ഈസ് ഫോർ ലൈഫ് എന്ന കാര്യം അവർ ഓർക്കുന്നില്ല. ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ഈ ശ്രേഷ്ഠ ദാനം റീപ്രൊഡക്ഷന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ, അവൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാൻ ദൈവം കൊടുക്കുന്ന ഈ മഹത്തായ ദാനം സാത്താൻ വികലമാക്കിയിരിക്കുന്നു. സെക്സ് ഇന്ന് വൈവാഹിക ജീവിതത്തിൽ തൻ്റെ ഇണയോട് മാത്രം ആയിരിക്കേണ്ട ഒരു കാര്യമായി അവർ കരുതുന്നില്ല. അത് എത്ര അശുദ്ധമായി അധർമ്മമായി ആരുപയോഗിക്കുന്നുവോ അവർ സാത്താൻ്റെ പിണിയാളുകളാണ്. സാത്താനാണ് അവരിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണണം, സെക്സ് ഇത്രമാത്രം ദുരുപയോഗം ചെയ്ത് മനുഷ്യ സംസ്കാരത്തെയും മനുഷ്യൻ്റെ ധാർമ്മിക ജീവിതത്തെയും നശിപ്പിച്ച് അവരെ അസമാധാനത്തിലേക്കും യുദ്ധത്തിലേക്കും കൊലപാതകത്തിലേക്കും എല്ലാം നയിക്കുന്ന രീതിയിൽ തങ്ങളുടെ മതഗ്രന്ഥത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട ഇത്തരം ആൾക്കാർ ലോകസമാധാനവും സുസ്ഥിരതയും എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്ന്. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിൾ പറയുന്നു, ജഡത്തിൻ്റെ പ്രവർത്തികൾ എന്തെല്ലാമാണ്, എങ്ങനെയാണ് പിശാച് ഇവരിൽ പ്രവർത്തിക്കുന്നത്, ജഡീകന്മാരിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അഥവാ പിശാച് ബാധിച്ചവരുടെ പ്രവർത്തികൾ എന്തെല്ലാമാണ്, എങ്ങനെയാണ് ഈ പ്രാകൃതന്മാർ ആയിരിക്കുന്നത്. ജഡത്തിൻ്റെ പ്രവർത്തികളോ അശുദ്ധി, ദുഷ്കാമം, അതായത് ഈഗർനെസ് ഫോർ ലസ്റ്റ്ഫുൾ പ്ലഷർ അല്ലെങ്കിൽ ഫോർണിക്കേഷൻ, ഐഡോലേറ്ററി വിഗ്രഹാരാധന. ദൈവമൊഴിച്ച് നാം ഏതിനെല്ലാം പ്രാധാന്യം കൊടുക്കുന്നുവോ, ആരാധന കൊടുക്കുന്നുവോ, അതൊക്കെയും ചിലപ്പോൾ അതൊക്കെ നമ്മുടെ ധനമാകാം, നമ്മുടെ പദവിയാകാം, കുടുംബമഹിമയാകാം, മക്കളാകാം, നമ്മുടെ സൗന്ദര്യമാകാം, കീർത്തിയാകാം. ഇതിനൊക്കെ ദൈവത്തേക്കാൾ ഉപരിയായി നാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ, അതിന് ആരാധന കൊടുക്കുന്നുണ്ടോ, അതൊക്കെ നമ്മുടെ ആരാധ്യ വസ്തുക്കളാണോ? ആണെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവം ഐഡോലേറ്ററി വെറുക്കുന്നത്. ജഡത്തിൻ്റെ പ്രവർത്തികൾ ആഭിചാരം, അതായത് സോഴ്സറി അല്ലെങ്കിൽ സ്പിരിറ്റിസം, പക അല്ലെങ്കിൽ ഹേറ്റ്രഡ്, പിണക്കം, കണ്ടൻഷൻസ്, ജാരശങ്ക, ലൈസൻഷ്യസ്നെസ് അഥവാ ഭോഗാസക്തി മുഴുത്ത് അതിൽ ലൈസൻസ് എടുത്തുകൊണ്ട് നടക്കുന്നവർ, ക്രോധം അല്ലെങ്കിൽ റാത്ത്, ശാഠ്യം, സെൽഫിഷ് അംബിഷൻസ്, ദ്വന്ദ്വപക്ഷം അല്ലെങ്കിൽ ഹെറസീസ്, വേദവിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുക, പഠിപ്പിക്കുക,
അതുപോലെ ഭിന്നത അല്ലെങ്കിൽ ഡിസെൻഷൻസ്, അസൂയ ജലസീസ്, മദ്യപാനം ഡ്രങ്കന്നസ്, വെറുക്കൂത്ത് റെവൽറീസ് അല്ലെങ്കിൽ അഴിഞ്ഞാട്ടം, ഇതും ജാരശങ്ക പോലെയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ വക വിഷയങ്ങളിലാണ് പിശാച് മനുഷ്യരെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്നത്. ഗലേഷ്യൻസ് 5:24 പറയുന്നു, എന്നാൽ ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നാൽ നാം ജഡത്തിന് അധീനരാകരുത്. നാം ദുർവൃത്തന്മാരാകരുത്. ജഡത്തിൻ്റെ പ്രവർത്തികൾ നാം ചെയ്യരുത്. അതിനെ നാം ക്രൂശിക്കണം. അതായത് നമുക്കറിയാം, നമുക്ക് ഇഷ്ടമുള്ള പലതും അല്ലെങ്കിൽ അത്യാവശ്യമായിരിക്കുന്ന പലതും തലതിരിച്ച് ഉപയോഗിക്കുകയാണ്. ഉദാഹരണത്തിന്, ഭക്ഷണം നല്ലതാണ്, അത് അത്യന്താപേക്ഷിതമാണ് ജീവൻ്റെ നിലനിൽപ്പിന്. പക്ഷേ അതിഭക്ഷണമോ? അത് എത്രമാത്രം വിനാശകരമാണ് എന്ന് ഈ വന്ന കാലത്ത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മേക്ക് നോ പ്രൊവിഷൻ ഫോർ ദ ഫ്ലഷ് ടു ഫുൾഫിൽ ഇറ്റ്സ് ലസ്റ്റ്, ബട്ട് പുട്ട് ഓൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ നിങ്ങൾ ധരിച്ചുകൊള്ളുക. ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ ഈ പിശാചിൻ്റെ പ്രവർത്തികളെല്ലാം നമ്മെ വിട്ടുപോകും. ദൈവമക്കളുടെ ശത്രുക്കൾ ലോകം, ജഡം, പിശാച് ഇവയാണ്. അപ്പോൾ നാം തന്നെ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ നാം നമ്മുടെ രാഗമോഹങ്ങളെ ക്രൂശിൽ തറയ്ക്കുകയാണ്. അതിന് നമ്മുടെ മേൽ കർത്തൃത്വമില്ലാതെയാകും. അങ്ങനെ നമ്മുടെ ജഡമോഹങ്ങൾ നാം കുരിശിൽ തറച്ച് അതിനെ നാം ഉപേക്ഷിക്കണം. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി നാം ചിന്തിച്ചുകൂടാ. പ്രിയ സഹോദരങ്ങളെ, എങ്ങനെയാണ് പിശാച് ഓരോ വിഷയത്തിൽ കൂടെയും, ഇപ്പോൾ പറഞ്ഞ ഓരോ വിഷയത്തിൽ കൂടെയും മനുഷ്യനെ വഞ്ചിച്ചിരിക്കുന്നത്? അത് നാം മനസ്സിലാക്കണം. അത് നാം മനസ്സിലാക്കി പഠിക്കും തോറും ഇതിൽ നിന്നൊക്കെയും വിട്ടു നിൽക്കുവാൻ, ഒഴിഞ്ഞു നിൽക്കുവാൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കാതിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുവാൻ ദൈവത്തിൽ നാം അഭയം പ്രാപിക്കണം. പുട്ട് ഓൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ തന്നെ നാം ധരിക്കണം. അപ്പോഴാണ് നമുക്ക് ജഡത്തിനായിക്കൊണ്ട് അല്ലെങ്കിൽ മോഹം ജനിപ്പിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കുവാൻ നമുക്ക് ഇടയാകാതിരിക്കുന്നത്. ക്രിസ്തുവിനെ നാം ധരിച്ചു കഴിയുമ്പോൾ നാം ഇതെല്ലാം ചപ്പന്നും ചവറന്നും എണ്ണും. ഈ ദുസ്വഭാവങ്ങളിലേക്കെങ്ങും നാം പോവുകയില്ല. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിന് ഇടം കൊടുക്കരുത്. Thank you for watching. I bless you in Jesus' name. Amen.